എനിക്ക് ഗാർഡനില് ഫ്രൂട്ട്സ് ചെടികള് വെച്ച് പിടിപ്പിച്ചപ്പോ ഒരേ ഒരു കൺസെപ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പിള്ളേർക്കായാലും വലിയവർക്കായാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ പറിച്ച് കഴിക്കുക, പൂവൊക്കെ നോക്കി നിൽക്കുക. അതൊക്കെയായിരുന്നു എൻ്റെ ഈ ഗാർഡൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഓറഞ്ച് ഇസ്രായേൽ ഓറഞ്ചും ചെറീസും എല്ലാം ഞാൻ വെച്ച് പിടിപ്പിച്ചത്. സപ്പോട്ടാസ് എല്ലാം ഉണ്ട്. ഇസ്രായേൽ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഓർണമെന്റൽ പ്ലാന്റ് ആണെന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടു. പക്ഷേ ഇസ്രായേൽ ഓറഞ്ച് ആദ്യം നമുക്കത് കടിക്കുമ്പോൾ പുളി അതുകൊണ്ട് കൊള്ളില്ല എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമുക്കത് കഴിച്ചു വരുമ്പോഴേ അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അതിന്റെ തൊണ്ടിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു മധുരം കലർന്ന സിട്രിക് ടേസ്റ്റാണ്. അത് നമുക്ക് കഴിക്കുമ്പോ തന്നെ ഇഷ്ടപ്പെടൂല. കഴിച്ച് കഴിയുമ്പോ നമുക്കൊരു ഫ്രഷ്‌നെസ്സും ഒരു രസമാണത് കഴിക്കാൻ. മാത്രമല്ല ഇത് റൈപ്പാകുമ്പോ ഇതിനൊരു ഓറഞ്ച് കളർ വരും. ആ ഓറഞ്ച് കളറ് ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് ജെല്ലി, ക്യാൻഡിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഷുഗർ സിറപ്പിലിട്ട് വേവിച്ച് ആഹ് മൈക്രോവേവിലിട്ട് ഡ്രൈ ചെയ്തിട്ട് നമുക്ക് ഷുഗർ പൊടിച്ചതില് പുരട്ടിയെടുത്ത് കഴിഞ്ഞാൽ ക്യാൻഡി റെഡി. ഷുഗർ സിറപ്പിലിട്ട് വേവിച്ച ആഹ് ജെല്ലി അല്ലെങ്കിൽ ജാം പോലെ റെഡി. അത് പ്രിപ്പയർ ചെയ്ത് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ഇത് പറിച്ച് ഞാൻ ടേബിളിൽ കൊണ്ട് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സാധനം തീർന്നുപോയി. ഒരെണ്ണോ രണ്ടെണ്ണോ ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഉണ്ടാക്കി കാണിക്കാത്തത്. ഈ 2 ബുഷ് ഓറഞ്ചിലായാലും ഇസ്രായേൽ ഓറഞ്ചിലായാലും വെള്ളം കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂക്കുകയും അതേപോലെ നല്ലോണം വളരുകയും ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ സപ്പോട്ട ചെടിയാണ്. ത്രൂ ഔട്ട് ഫ്രൂട്ട്സ് ആണ്. അത് റൈപ്പ് ആവാനുള്ള ടൈം അല്ലാതെ എപ്പോഴും നമുക്ക് ഫ്രൂട്ട്സ് കിട്ടിക്കൊണ്ടേയിരിക്കും അതീന്ന്. സപ്പോട്ട റൈപ്പ് ആവാൻ 6-7 മന്ത്സ് എടുക്കുംന്നാ പറയുന്നെ. ഇത് എൻ്റെ ഒരു വെരിഗേറ്റഡ് ലൈമാണ്. 1, 2 ഫ്രൂട്ട്സ് എനിക്ക് ഇതിന്ന് കിട്ടിയിരുന്നെങ്കിലും അപ്പം എനിക്കൊരു മിസ്കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ചെടികൾക്കൊക്കെ ധാരാളം വെള്ളം വേണം. അങ്ങനെ അതിൻ്റെ സ്റ്റണ്ണായി പോയതാണ്. ഇതൊരു വെറിഗേറ്റഡ് ജാമ്പയാണ്. ഇത് വെറിഗേറ്റഡ് സപ്പോട്ട. ഇതില് ഇപ്പഴാണ് ഫ്രൂട്ട്സ് ഉണ്ടാകാൻ തുടങ്ങിയത്. ഇപ്പഴാണ് മെച്യൂർഡ് ആയെന്ന് തോന്നുന്നു. ഇപ്പഴാണ് ഫ്രൂട്ട്സ് നേരത്തെ 1, 2 ഒക്കെ ഉണ്ടാവുള്ളായിരുന്നു. ഇപ്പൊ കൂടുതല് ഒരു 5, 6 ഒക്കെ ഒരുമിച്ച് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതും സാധാരണ സപ്പോട്ട പോലെ എപ്പഴും സപ്പോട്ട ഉണ്ടാവും വിശ്വസിക്കുന്നു. ഇത് നിത്യവഴുതനയാണ്. ഇതിന്റെ ഗ്രോത്ത് ഇപ്പൊ കുറച്ച് കുറവാണ്. അതിന്റെ ചട്ടി ഡ്രമ്മില് മണ്ണ് ഇച്ചിരി കട്ടിയായിട്ടിരിക്കണ്. അതിപ്പോ എനിക്ക് എടുക്കാനും പറ്റുന്നില്ല. അതില് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ഈ നിത്യവഴുതനയും അത് കൂടാതെ പൂക്കളും ഉണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റൂല. ഇനി ഇതീന്ന് സീഡ്സ് കളക്ട് ചെയ്തിട്ട് വേണം അടുത്ത പ്ലാന്റ് ജനറേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിന് മുമ്പ് ആ ഡ്രമ്മും ശരിയാക്കണം. ഇത് തക്കാളിയാണ്. വെറൈറ്റി ഓഫ് തക്കാളീസ് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടതാണ് ഇതെല്ലാം. പല വെറൈറ്റീസ് ഉണ്ട്. നേരത്തെ ഞാൻ കാണിച്ചിരുന്നു. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ടൊമാറ്റോ എന്തോ പ്ലാന്റിന് എന്തോ പറ്റിയതാണെന്നാണ്. പക്ഷെ പൂവുണ്ടാവുന്നുണ്ട്, കായ ഉണ്ടാവുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ ഹാർവെസ്റ്റ് വീഡിയോ.